പക്ഷേ ഒരു ജുസ് അല്ലാതെ ഓതിയിട്ടില്ല. ദിവസേന ഒരു ജുസ് അല്ലെങ്കിൽ 2 പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല. എത്രയോ സലാത്ത് ചൊല്ലിയാൽ അത് ഹബീബ് നബി തങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു. പക്ഷേ ഒരു 100 സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി. ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബ്ബിന്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല. ഇനി ചെയ്ത ഫർളാണെങ്കിലോ ആ ഫർദിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അല്ലാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല. വജ്ജഹത്തു വജ്ഹി എന്ന് പറയുമ്പോ അല്ലാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല. ആ നിസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും അതേ കടം വാങ്ങേണ്ട ചിന്തയും കൊടുക്കേണ്ട ചിന്തയും ചിലർക്ക് രാഷ്ട്രീയത്തിന്റെ ചിന്തയും വോട്ടിന്റെ ചിന്തയും വേറെ ചിലർക്ക് ഈബത്തിന്റെ മീമത്തും ഫിത്നയും ഫസാദും അനാവശ്യ ചിന്തകളിലൂടെയുള്ള നിസ്കാരമായി പോയി. അമലുകളിൽ പലതിനും ന്യൂനതകൾ സംഭവിച്ചുപോയി. ഇതെല്ലാം സംഭവിച്ച ഞാൻ ഈ റബ്ബ് പറഞ്ഞേക്കുന്ന മഹത്തായ അതിഥിയെ റമളാനിലെ ഞാൻ എങ്ങനെ പോയി സ്വീകരിക്കും? ഈ ചിന്തയോടുകൂടെ ശഅബാനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ഹഫ് നോക്കി ഓതാൻ വേണ്ടി തന്ന കണ്ണ്, ബാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കി കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ട് പ്രതിഫലം വാങ്ങാൻ തന്ന കണ്ണ്, ഭർത്താവിന്റെ മുഖത്ത് ആദരവോടെ നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, മുസ്ഹഫ് മറിച്ച് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആലിമീകളെ മുഖത്ത് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, കഅബയിലേക്ക് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, പഠിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആവശ്യമുള്ളത് നോക്കാൻ വേണ്ടി തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിപ്പോയി, ഹറാം സ്പർശിച്ചു പോയി, ഹറാം ചിന്തിച്ചു പോയി. രഹസ്യത്തിലും പരസ്യത്തിലും പല തെറ്റുകളും വന്നുപോയി. അത് മുഴുവനും കഴിയൊന്ന് വൃത്തിയാക്കണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ